ഹായ് ഹലോ, ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിലാണ്. അപ്പോൾ നമ്മൾ അപ്പോഴത്തെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു മുള്ളിമുട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ അപ്പോഴത്തെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞ് കസിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ആനപ്പന്തിയിലേക്ക് വന്ന് ആനപ്പന്തിൻ്റെ ആനപ്പന്തിയോ അങ്ങനെ പറയും. ഓക്കെ, ആനക്കോട്ടൻ്റെ ഉള്ളിലേക്ക് വന്ന് ആനക്കോട്ട ആനപ്പന്തി ഇവിടേക്കുള്ള വന്ന് ഇനി ഇവിടുത്തെ വ്ളോഗും കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് ബെൽ ബട്ടൺ കൂടെ അമർത്താം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ് ഗൈസ്. നമ്മളപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. മുരളി ഫസ്റ്റ് ടൈം ആണ് ഇന്നലെ ആനേനെ അത്ര അടുത്ത് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു മുരളീനെ കുറേ ആനകളൊക്കെ കാണിച്ചു കൊടുക്കാന്ന്. പണ്ട് ഞാൻ ചെറുതുണ്ടാകുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കേട്ടോ. അപ്പോൾ കുറേ ആന ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറേ ആനയൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു ആനയുണ്ട് ഗൈസ്. ആനക്ക് വയ്യാന്ന് തോന്നുന്നു. ഒരു കാല് പാവ ആന ക്ഷീണിച്ചിരിക്കണം. അല്ല, അത് അപ്പിട്ടിട്ട് അവിടെ നിൽക്കുന്നു. അതിന് വിരിക്കുക. പിന്നെ അവിടെ ഒരു ആനയുണ്ട്. രണ്ടാനയാണ് കാണിക്കുന്നത്. ഒരു കാണ്ടാമൃഗമുണ്ട്, ഒരു കാട്ടുപോത്തുണ്ട്. പറയറാ അറിയില്ല. ഇവിടെ ഇവിടെ ഒരു കുളമുണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ? ആനയെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്. അല്ല, ആന ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിട്ട് പോ. കാണാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഒരു ആനേനെ കുളിപ്പിക്കുന്ന സ്ഥലം എന്നാണ്. ലോറി വരെ കയറും. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങാം. കുളത്തില്ല. ശരിക്കും പറ. ആനേനെ കുളിപ്പിക്കുന്ന സ്ഥലം അത്. അപ്പൊ എങ്ങനെ അറിയാം? അല്ലേ? അതെ. ഇപ്പൊ കുളിപ്പിക്കാറില്ലേ? അത് ചളിയും വെള്ളം അയക്കണു, അഴുക്ക് വെള്ളം അയക്കണു. മറ്റേ ആനച്ചന്ത ഫിലിമിൽ കണ്ടിട്ടില്ലേ? ഇവിടെ ഇറക്കിയിട്ടാ കുളിപ്പിക്കുക. അവിടെ നോക്കണം. അവിടെയാണ് നമ്മളെ കാട്ടിൽ നിന്ന് ആനേനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ആ ഗ്രില്ലൊക്കെ അടച്ചിട്ട് ആനേനെ ഇത് പഠിപ്പിക്കും, ചട്ടം പഠിപ്പിക്കും. ഈ ആനകളൊക്കെ കാട്ടിൽ നിന്ന് പിടിച്ചോണ്ടിരുന്ന ഓരോരോ സ്ഥലത്ത് നിന്ന്. അല്ലാണ്ട് ആന നാട്ടിൽ വളരുന്ന ആനകളൊക്കെ ഉണ്ടോ? അത് കാട്ടാനല്ലേ, ഇത് നാട്ടാനല്ലേ? കുറച്ച് ആനകൾക്ക് കാട്ടിൽ നിന്ന് ഈ വലിയ വലിയ ഇപ്പം ഗുരുവായൂർ കേശവനും ആണെങ്കിലും അങ്ങനത്തെ വലിയ വലിയ നല്ല തലയെടുപ്പൊക്കെ ഉള്ള ആനകളൊക്കെ ആഫ്രിക്കൻ കാട്ടിൽ നിന്ന്. ഒന്ന് പോടാ, ആഫ്രിക്കൻ ആന വേറെയാ. ഗുരുവായൂരേക്ക് കൊണ്ടുവന്ന ആനകളൊക്കെ ആഫ്രിക്കൻ അത്ര. ആഫ്രിക്കൻ ആന ആമസോൺ കാടെന്നും കൂടി പറഞ്ഞ. നീ എന്നെ സപ്പോർട്ട് ചെയ്യടാ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. ഒരു കാട് മാറിപ്പോയതാ. സംഗതി എന്താ വെച്ചാൽ ഇങ്ങനത്തെ വലിയ വലിയ കാട്ടിൽ നിന്നാണ്. ഇപ്പൊ മൈസൂരിലുള്ള ആ കാട്, പിന്നെ കുറച്ചും കൂടി ഇങ്ങനത്തെ വലിയ വലിയ കാട്ടിൽ നിന്നാണ് ഇങ്ങനെ തലയെടുപ്പുള്ള വലിയ വലിയ ആനകളൊക്കെ അവര് ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് വരും. എന്നിട്ട് ഇവിടുന്ന് അടിച്ച് ചട്ടം പഠിപ്പിച്ച് ഇതെന്താ അമ്പലം? ഇത് അമ്പലല്ലേ, ഇത് മറ്റേ കോവിലക. ഞാൻ ചെറിയ ഇതെന്താ ഗൈസ്, ഇതെന്താ സംഭവം? ഇതിനകത്ത് വന്നായിരുന്നു. ഇതെന്തോ അത് കോവിലക? ഒരു 4 കെട്ട് വീട്. അതെന്താ അങ്ങനെ ആക്കിക്കൂടെ? മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചൂടെ? അല്ലേ, മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അല്ല, നല്ല സംഭവല്ലേ അല്ലേ? മെയിൻറ്റെയിൻ ചെയ്ത ഒരു ടൂറിസ്റ്റ് വഴി എത്ര എമൗണ്ട് ഉണ്ടാക്കാം. പൈസ വെച്ചുള്ള മെയിൻറ്റെയിൻ ചെയ്യും. പൈസ കുറവായാൽ അല്ല, മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റിന്റെ ടൈപ്പ് കുറെ അതിൻ്റെ ഉള്ളിൽ പുരാവസ്തുക്കൾ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എത്ര? ഗുരുവായൂരിന്റെ ആനയല്ലേ? ഗുരുവായൂർ അമ്പലത്തിലാ പൈസ ഇല്ലാന്ന് പറയുന്നത്. വലിയ രണ്ടാനയുണ്ട്, കാണിച്ചു തരാം. അത് ശരിക്കും ആഫ്രിക്കൻ ആനയാണ്. സത്യം പേടിയാണ്. ഒരു ക്യൂട്ട് ഇത് ശരിക്കും അപ്പോട്ടെ മുന്നോലെ ആഫ്രിക്കൻ ആനയാണെന്ന് പേടിയാവുന്നത് കാണുമ്പോൾ. എത്ര കട്ടിയുണ്ട് നമുക്ക്. മുരളിക്കല്ല ആനേനെ കാണണമെന്ന് പറഞ്ഞ ഇപ്പൊ ആഗ്രഹം തോന്നോ?
ഞാനത് നമുക്ക് പേടിയാവുന്ന ടൈപ്പ് ഒരു ആനയാണ്. നമുക്ക് അപ്പുറത്തൊരു ആനയുണ്ട്, പക്ഷെ കുറിയൊക്കെ തൊട്ട് നോക്ക്. ഇതെല്ലാ ദിവസം കുളിപ്പിക്കോ? ഇല്ല, കുളിക്കാൻ തോന്നുമ്പോ കുളിപ്പിക്കും. കുളിക്കാൻ തോന്നുന്നു. കാര്യമായിട്ട് ഞാൻ ചോദിച്ചതാ. പിന്നെ ഒരു കാര്യം ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ലൈക്ക് ചിലയിടത്തുള്ള ബ്രഷ് അടിക്കുമ്പോൾ ആണ് അപ്പിടും ആ സിംറ്റ ഇതാവും. അപ്പോൾ തന്നെ ലൈക്ക് ആണ് നന്നായിട്ട് കുളിച്ചിന് ലൈക്ക് അപ്പോൾ അപ്പിടും. ഭയങ്കര ഇതാണ്, ഭയങ്കര സ്ട്രോങ്. അതെന്താ അവൻ മൂത്രം ഓടിക്കണ അവനിക്ക് നമ്മളെ കണ്ടാ പേടിയാ. എന്നെ കണ്ടി പേടിച്ച് മൂത്രം ഓടിക്കണം. അതെ അതെ അതെ. മുരളി പറയുന്നു ഇത് ക്യൂട്ടായിട്ടുള്ള ആനയാണെന്ന്. ഇവിടെ കണ്ടതിൽ ഇത് തന്നെ ക്യൂട്ടായിട്ടുണ്ട്. ആണോ? നല്ല രസമുണ്ടായിരുന്നു. എന്നെ പോലെ നല്ല കുരിയൊക്കെ തൊട്ടിട്ട് നോക്ക്, കാതൊക്കെ നോക്ക്, കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ട് കുരിയൊക്കെ തൊട്ട് കുട്ടിയാണ്. ശരി കേട്ടോ. ഇല്ല, ചെവിക്ക് വേറെ കളറല്ലേ? അതെ. എങ്ങനെ കാട്ടിയാന? ഇതെങ്ങനെ ആടിന്ന് ആടാൻ നോക്കാം. ആടിക്കോ. എവിടെ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി സുന്ദരിയായ പെൺകുട്ടിയാണ്. അടിപൊളി മാത്രമല്ല, ഒന്നേ ഉണ്ടോ സിംഗിൾ ടീ. അവിടെ എപ്പോഴാ ഒരു മറ്റേ പട്ട എടുത്തിട്ട് എറിയാന്ന് പറയാൻ പറ്റത്തില്ല. എറിഞ്ഞു കഴിഞ്ഞാൽ ചത്തു പോകത്തുള്ളൂ. നല്ല ഏറായിരിക്കും. ഇവൻ നോക്കിയാ കാലെങ്ങനെ വെച്ചിട്ട് സ്റ്റൈലായിട്ട് എന്തെങ്കിലും വയ്യായിക്കുണ്ടോ? ഒരാനേനെ കാണണമെന്നേ മുരളി പറഞ്ഞുള്ളൂ. ഞങ്ങൾ കുറെ ആനേനെ കാണിച്ചു കൊടുത്ത്. എവിടെ? ആ, ഞങ്ങൾ വരുമ്പോൾ കണ്ടിരുന്നു. ഇവിടെ ഒരു പെണ്ണാനുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഗർഭിണിയാടുന്നൊക്കെ വയറ് എത്ര മന്തായി എന്നൊക്കെ എനിക്ക് എങ്ങനെ പറഞ്ഞു. ഇത് നന്ദിനിയാണ്. നമ്മളെ ആനയോട്ടത്തിൽ 3 തവണ വിന്നർ ആയിട്ടുണ്ട്. അപ്പോൾ 1960-ലാണ് ഇത് ജനിച്ചത്. അതിന്റെ കയ്യില് പട്ടയുണ്ട്. അപ്പൊ കൺഗ്രാസ് തിരിച്ച് താങ്ക് യു പറഞ്ഞിട്ട് അറിയുന്ന അറിയില്ല. അപ്പൊ ഇത് ആമിയുടെ അറിവല്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പണ്ണെ അറിയായിരുന്നല്ലോ, അപ്പണ്ണ പറഞ്ഞല്ലോ. അതെടുത്ത് പറഞ്ഞാണ്. പിന്നെ എത്ര വർഷമായിന്നറിയോ? 64 വർഷമായി. 64 ഇയേഴ്സ് ആയി. നമ്മളങ്ങനെ കൊറേ ആനേനൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പണ്ണ എപ്പോഴാ ആമിക്കുട്ടി എന്ന് പറഞ്ഞ ആനേനെ കണ്ടു? ഞാൻ കണ്ടിട്ടില്ലല്ലോ. കണ്ടു. നന്ദിനി കുട്ടീന്റെ തൊട്ടപ്പുറത്ത് ആമിക്കുട്ടി. അവിടെ ആകെ ഒരു പെണ്ണാനേ ഉണ്ടല്ലോ. ഈ വരിക്കല്ല, ഈ സൈഡില്. പിന്നെ അങ്ങനെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡില് നന്ദിനി. ഇവിടെ ഗുരുവായൂരിലുള്ള ആരെങ്കിലും ഈ വീട് കാണണ്ടോ എന്ന് പറഞ്ഞു. ആമിക്കുട്ടി എന്ന് പറഞ്ഞ ആന ഉണ്ടോ? ആമിക്കുട്ടി എന്ന് പറഞ്ഞ ആമിക്കുട്ടി എന്ന് വിളിച്ചപ്പോ ആന അപ്പുക്കുട്ടെന്ന് വിളിക്കുമ്പോ അതെങ്ങനെ അറിയാക്ക? അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ആനകളൊക്കെ ഉണ്ടാവും. പിന്നെ ആനക്കിടാൻ പറ്റിയ പേരല്ല അപ്പുക്കുട്ടൻ. എന്താ പിന്നെ ആമിന്നൊക്കെ കേൾക്കുമ്പോ ഒരു ഗാംഭീര്യം ഉണ്ട്. എന്ത് ഗാംഭീര്യം? എന്താ പിടിയാനതേ തന്നെ കൊമ്പനാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി എറണാകുളത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഇവിടുത്തെ ആന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, ആസ്വദിച്ചു, ഇഷ്ടപ്പെട്ടു. ഗുരുവായൂരിൻ്റെ കല്യാണം, അപ്പോഴുള്ള ഫാമിലി എല്ലാം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. പിന്നെ മുരളിക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം? ടോട്ടലി 2 days എൻജോയ് ചെയ്തോ? നന്നായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചെയ്തു കൊടുത്ത പ്രാമിസ് പോലെ എന്നെ പണിയെടുക്കാൻ വിട്ടില്ല. പണിയെടുത്തില്ല എന്ന് പറയാ. പണിയെടുക്കാൻ വിട്ടില്ല. ഞങ്ങള് ഇവനോട് പറഞ്ഞു രാവിലെ എണീറ്റ് പണിയെടുത്തോളാൻ, പക്ഷെ ഇവൻ പണിയെടുക്കുന്നില്ല. രാവിലെ എണീറ്റ് പണിയെടുത്ത് മടിയൻ. ഇനി നമ്മൾ ആനപ്പന്തി കണ്ടു, പോയി തൊഴുതു. ഇനി നമ്മൾ നേരെ സ്ട്രൈറ്റ് കൊച്ചി പോയിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ തീരും. അല്ലേ? നല്ല ഉറക്കം വരുന്നുണ്ട്.
അപ്പൊ ഈ വെയിലൊന്ന് താഴ്ന്നിട്ട് നമ്മള് പോകുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് ആനപ്പന്തിയിലേക്ക് വന്നപ്പം മുതൽ ഇവിടെ വടി തെറ്റിക്കാൻ തുടങ്ങിയതാ. ഒരു വട്ടം ഒരു വട്ടം തെറ്റിച്ചില്ലേ? 3 കിലോമീറ്ററിൽ ഒരു വട്ടം വടി തെറ്റിച്ചു. അപ്പൊ ആലോചിച്ച് നോക്ക്, അടുത്ത 88 കിലോമീറ്ററിൽ എത്ര നീ മിണ്ടാതിരുന്നാ അടുത്ത 88 കിലോമീറ്ററിൽ എത്ര വഴി തെറ്റിക്കും ദൈവത്തിന് അറിയത്തും. നമ്മളപ്പോ ഈ വ്ളോഗിങ് ചെയ്യാണ്, അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. അവന്റെ മണി മുട്ടുക. അപ്പം നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. താത്ത ഗൈസ് ഉമ്മ കൊടുക്കണം എന്റെ വ്ളോഗേഴ്സിന്, എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഉമ്മ കൊടുക്കണം എനിക്ക്. അപ്പുറത്ത് എന്തായിരുന്നു അതെനിക്കാ കിട്ടിയേ, ഞാൻ തുപ്പി. ഗൈസ് അപ്പൊ ബൈ ഗൈസ്, ടാറ്റ പറ.